നമസ്കാരം ഏവർക്കും. ഇത് അമൃതപുരി, കൊല്ലം ജില്ലയിലെ വള്ളിക്കാവിലുള്ള അമൃതാനന്ദമയി മഠം. ഇന്ന് അമ്മയുടെ 71ാം ജന്മദിനമാണ്. വളരെ ലളിതമായ ചടങ്ങോടാണ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത്. നിങ്ങൾക്കേവർക്കും അമൃതപുരിയിലേക്ക് സ്വാഗതം. ഈ അമൃതസേതു എന്ന ഈ നടപ്പാലത്തിലൂടെ കടന്ന് അപ്പുറത്ത് ചെന്നാൽ അമൃതപുരി ആശ്രമമായി. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങാണ് ഈ വർഷം ഇവിടെ നടക്കുന്നത്. ഈ നടപ്പാലത്തിലും ഇതിനു ചുറ്റുമൊക്കെ അത്ഭുതപൂർവമായ തിരക്കാണ് കഴിഞ്ഞ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വളരെ ലളിതമായ ചടങ്ങാണ്. അമ്മയുടെ ചടങ്ങുകളിൽ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരം ഇന്ന് വെള്ളിയാഴ്ച കൊല്ലം അമൃതപുരിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കവി വി മധുസൂദനൻ നായർക്കാണ് അത് സമ്മാനിക്കുന്നത്. സമീപകാലത്ത് വയനാട് ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ 71ാം ജന്മദിനം വളരെ ലളിതമായി നടക്കുകയാണ്. പുലർച്ചെ 5-ന് ഗണപതി ഹോമം, തുടർന്ന് ലളിത സഹസ്രനാമ അർച്ചന എന്നിവയോടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ 9 മണിയോടെ മാതാ അമൃതാനന്ദമയി അമ്മ വേദിയിലെത്തുകയും ചടങ്ങുകൾ ആഘോഷിക്കാൻ അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ഭക്തരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സ്വാമി അമൃത സ്വരൂപാനന്ദയുടെ പൂജയ്ക്ക് ശേഷം ഇവിടെ നടന്ന വിവിധ ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തിരുന്നു. ആശ്രമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പേർ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാ വർഷവും അതിഭയങ്കരമായ തിരക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. അമൃതപുരി ആശ്രമത്തിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ഹാളിൽ വെച്ച് 100ഓളം നിർധനരായ കുട്ടികൾക്കുള്ള സമൂഹ വിവാഹവും ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് അമ്മ ദർശനത്തിനെത്തുകയും വിവിധ ചടങ്ങുകൾ നടത്തപ്പെടുകയും ചെയ്യുന്ന വലിയ ഓഡിറ്റോറിയം. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കവി വി മധുസൂദനൻ നായർ ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ ആളുകളിൽ അമ്മയ്ക്ക് ആശംസകളുമായി എത്തിച്ചേർന്നു. വ്യാസമഹാസഭ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ സരീഷ് ദേവപുരം ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് മാതാ അമൃതാനന്ദമയി അമ്മയ്ക്ക് ആശംസകൾ അർപ്പിച്ചു. ലോകമെമ്പാടുമുള്ള അമൃതാനന്ദമയി ഭക്തർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ളതാണ് അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ്. ഈ സ്ഥാപനം ലോകത്ത് പലയിടങ്ങളായി 200-ലേറെ ആശ്രമങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, പ്രൈമറി, സെക്കൻഡ് സ്കൂളുകൾ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ എന്നിവ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളുമായി 25,000 വീടുകൾ അല്ലെങ്കിൽ അതിനു മുകളിൽ പാവപ്പെട്ടവർക്ക് സൗജന്യമായി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പദ്ധതിയും 50,000 അനാഥ സ്ത്രീകൾക്കുള്ള മറ്റൊരു പെൻഷൻ പദ്ധതി, അമൃതകീർത്തി, വിവിധ തരത്തിലുള്ള മറ്റുള്ള പാക്കേജുകൾ എല്ലാം അമൃതാനന്ദമയി മഠത്തിൻ്റെ സമർപ്പണമാണ്. ഒട്ടനവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ആതുര സേവനങ്ങളും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യപരമായ സ്നേഹങ്ങളും എല്ലാം മാതാ അമൃതാനന്ദമയി അമ്മയും ഈ മഠവും നൽകി വരുന്നു. സുനാമിക്ക് ശേഷം നിർമ്മിച്ച ഈ അമൃതാനന്ദമയി മഠം നിർമ്മിച്ച ഒരു നടപ്പാലമാണിത്. അമൃതസേതു എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാലത്തിലൂടെ ഈ കായലിലെ അക്കരയ്ക്കും ഇക്കരയ്ക്കും തദ്ദേശവാസികൾക്കും ആർക്ക് വേണമെങ്കിലും, മഠത്തിലെ അന്തേവാസികൾക്കുൾപ്പെടെ ആർക്കും യാത്ര ചെയ്യാം. അത് വളരെ ഒരു വലിയ കാര്യമാണ് മഠം ചെയ്തത്. ഇവിടെ ധാരാളം പേർ ബോട്ട് സഫാരിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമൃതപുരി ആശ്രമത്തിൽ എത്തിച്ചേർന്ന സ്വതേ വളരെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമാണിത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇവിടെ ഈ ചടങ്ങുകൾ നടക്കുന്നത്.
തിരക്കുകൾ കഴിഞ്ഞ് അമ്മയെ ദർശിച്ചതിന് ശേഷം ആളുകൾ പിരിഞ്ഞു പോകുകയാണ്. ഇനി അടുത്ത വർഷം അമ്മയെ ദർശിക്കുവാനും അല്ല ഇതിനിടയിൽ എപ്പോഴെങ്കിലും എത്തിച്ചേർന്ന് അമ്മയെ കാണുവാനുള്ള ചടങ്ങുകൾക്കായി. ഇത് TS കാനൽ കായലാണ്. വിശാലമായ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഈ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. വിവിധ തരത്തിലുള്ള വാണിഭ കച്ചവടങ്ങളും മറ്റും ഇവിടെ ഈ വർഷം നടന്നു വരുന്നുണ്ട്. ശ്രീ മാതാ അമൃതാനന്ദമയി അമ്മയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു.